Dear students, welcome to FreeTube Learner. നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ നമ്പർ സീക്വൻസസിനെ പറ്റിയാണ് പഠിച്ചത്. എങ്ങനെ ഒരു നമ്പർ സീക്വൻസ് അരിത്തമെറ്റിക് സീക്വൻസ് ആകുമെന്നും നമ്മൾ അതിൽ നോക്കിയിട്ടുണ്ടായിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ടെക്സ്റ്റ് ബുക്കിലെ അഡീഷണൽ പ്രോബ്ലംസ് ആണ് സോൾവ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്: Make the following number sequences from the sequence of equilateral triangles, squares, regular pentagon and so on of regular polygon. Number of sides, sum of inner angles, sum of outer angles, one inner angle, one outer angle. അതായത് റെഗുലർ പോളിഗൺസിൻ്റെ നമ്പർ ഓഫ് സൈഡ്സിൻ്റെ സീക്വൻസ്, ഇന്നർ ആംഗിൾസിൻ്റെ സീക്വൻസ്, സം ഓഫ് ഔട്ടർ ആംഗിൾസിൻ്റെ സീക്വൻസ്, വൺ ഇന്നർ ആംഗിൾ സീക്വൻസ്, വൺ ഔട്ടർ ആംഗിൾ സീക്വൻസ്. ഇങ്ങനെ എഴുതാനാണ് ക്വസ്റ്റ്യൻ. നമുക്കറിയാം റെഗുലർ പോളിഗൺസ്. അപ്പം ആദ്യം മൂന്ന് സൈഡുള്ള റെഗുലർ പോളിഗൺ ആണ് ഇക്വിലാറ്ററൽ ട്രയാങ്കിൾ. 4 സൈഡുള്ള റെഗുലർ പോളിഗൺ ആണ് സ്ക്വയർ. 5 സൈഡുള്ളത് റെഗുലർ പെൻഡഗൺ. ഇനി 6 സൈഡ് ആകുമ്പോൾ റെഗുലർ ഹെക്സഗൺ. അങ്ങനെ പോകും. സൈഡ്സിന്റെ എണ്ണം കൂടുന്നതനുസരിച്ച് നമുക്ക് ട്രയാങ്കിൾ, സ്ക്വയർ, പെൻഡഗൺ, ഹെക്സഗൺ എന്ന് പറഞ്ഞ് കിട്ടും. അപ്പോൾ നമുക്ക് ഫസ്റ്റ് അതിൻ്റെ ഒരു ഡ്രോയിങ് വരയ്ക്കാം. അത് കഴിഞ്ഞിട്ട് നമുക്ക് ഓരോ സീക്വൻസസും കാണണം. സൈഡ്സിന്റെ സീക്വൻസസ്, സം ഓഫ് ഇന്നർ ആംഗിളിന്റെ സീക്വൻസസ്, സം ഓഫ് ഔട്ടർ ആംഗിൾസിന്റെ സീക്വൻസസ്, വൺ ഇന്നർ ആംഗിളിന്റെ സീക്വൻസ്, വൺ ഔട്ടർ ആംഗിളിന്റെ സീക്വൻസ്. അങ്ങനെ നമ്മൾ കാണേണ്ടിയിരിക്കുന്നു. ഫസ്റ്റ് നമുക്ക് ഡ്രോയിങ് വരയ്ക്കാം. സോ നമ്മൾ ഡ്രോയിങ് വരച്ചു കഴിഞ്ഞു. ഇത് ഇക്വലാറ്ററൽ ട്രയാങ്കിൾ ആണ്, 3 സൈഡാണുള്ളത്. ഇത് ഒരു സ്ക്വയർ ആണ്, 4 സൈഡാണ്. ഇത് റെഗുലർ പെൻഡഗൺ, 5 സൈഡാണ് പെൻഡഗൺ ഉള്ളത്. ഇത് റെഗുലർ ഹെക്സഗൺ, 6 സൈഡാണ് ഹെക്സഗൺ ഉള്ളത്. ഇനി നമുക്ക് സീക്വൻസസും നമ്പർ ഓഫ് സൈഡ്സും എല്ലാം നോട്ട് ഡൗൺ ചെയ്യാം. എങ്ങനെയാണ് നമ്പർ ഓഫ് സൈഡ്സിന്റെ സീക്വൻസ് എന്ന് നോക്കാം. അതുപോലെ സം ഓഫ് ഇന്നർ ആംഗിൾസ്, സം ഓഫ് ഔട്ടർ ആംഗിൾസ്, വൺ ഇന്നർ ആംഗിൾ, വൺ ഔട്ടർ ആംഗിളിന്റെ സീക്വൻസ് എഴുതാം. ആദ്യം നമുക്ക് നമ്പർ ഓഫ് സൈഡ്സ് എഴുതാം. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് 3 ആണ്. ഇനി സ്ക്വയറിന്റെ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് 4 ആണ്. പെൻഡഗന്റെ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് 5 ആണ്. ഹെക്സഗന്റെ നമ്പർ ഓഫ് സൈഡ്സ് എന്ന് പറയുന്നത് 6 ആണ്. സോ ഇതാണ് നമ്പർ ഓഫ് സൈഡ്സിന്റെ സീക്വൻസ് എന്ന് പറയുന്നത്. 3, 4, 5, 6 എന്ന് പോകും. നമുക്കിവിടെ എടുത്ത് എഴുതാം. നമ്പർ ഓഫ് സൈഡ്സിന്റെ സീക്വൻസ് 3, 4, 5, 6. ഇനി സം ഓഫ് ഇന്നർ ആംഗിൾസ്. നമുക്ക് സം ഓഫ് ഇന്നർ ആംഗിൾസ് ഫോർമുല ഉണ്ട്. ഒരു n നമ്പർ ഓഫ് സൈഡ്സ് ആണ് ഒരു പോളിഗണിനുള്ളത് എങ്കിൽ സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ ഫോർമുല നോക്കാം. n-2 ഇൻറ്റു 180 ആണ് സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ ഫോർമുല എന്ന് പറയുന്നത്. ഇവിടെ n 3 ആണ്. ഇക്വലാറ്ററൽ ട്രയാങ്കിളിന്റെ കേസാണ് എടുക്കുന്നത്. n 3 ആണ്. n 3 ആണെങ്കിൽ സം ഓഫ് ഇന്നർ ആംഗിൾസ് 3 - 2 എന്ന് പറയുന്നത് 1 ആണ്. അതായത് 3 - 2 ഇൻറ്റു 180 ആണ്. ദാറ്റ് ഈസ് ഈക്വൽ ടു 1 ഇൻറ്റു 180. ഇറ്റ് ഈസ് 180 ഡിഗ്രി. അപ്പോൾ സം ഓഫ് ഇന്നർ ആംഗിളിൽ ഇക്വലാറ്ററൽ ട്രയാങ്കിളിൽ 180 ആണ്. ഇനി അടുത്ത സ്ക്വയർ നോക്കാം. സ്ക്വയറിന് 4 ആണുള്ളത്. 4 നമ്പർ ഓഫ് സൈഡ്സ്. അതായത് 4 - 2 ഇൻറ്റു 180. അതായത് 2 ഇൻറ്റു 180 ദാറ്റ് ഈസ് ഈക്വൽ ടു 360 ഡിഗ്രി. സോ സം ഓഫ് ഇന്നർ ആംഗിൾസ് ഓഫ് എ സ്ക്വയർ എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. ഇനി നമുക്ക് പെൻഡഗൺ നോക്കാം. പെൻഡഗണിന് 5 സൈഡാണുള്ളത്. 5 - 2 ഇൻറ്റു 180 എന്ന് വരും. ദാറ്റ് ഈസ് ഈക്വൽ ടു 3 ഇൻറ്റു 180 ആണ്. 3 ഇൻറ്റു 180 540 ആണ്. സോ ദാറ്റ് ഈസ് 540 ഡിഗ്രി. ഇനി 6 സൈഡുള്ള ഹെക്സഗൺ. ഹെക്സഗണിൻ്റെത് 6 - 2 ഇൻറ്റു 180 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു 4 ഇൻറ്റു 180 ദാറ്റ് ഈസ് 720. സോ ഇതാണ് സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ സീക്വൻസ്. അത് നമുക്ക് ഇവിടെ എഴുതാം. 180 ഡിഗ്രി, 360 ഡിഗ്രി, 540 ഡിഗ്രി, 720 ഡിഗ്രി. ഇനി നമുക്ക് സം ഓഫ് ഔട്ടർ ആംഗിൾസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. ഏതൊരു പോളിഗന്റെയും സം ഓഫ് ഔട്ടർ ആംഗിൾസ് എന്ന് പറയുന്നത് 360 ഡിഗ്രി ആണ്. ഈ ഇക്വേഷൻ ഫോർമുലാസ് എല്ലാം നമ്മൾ മുമ്പത്തെ ക്ലാസ്സുകളിൽ പഠിച്ചിട്ടുള്ളതാണ്. സോ ഏതൊരു പോളിഗൺ എടുത്താലും അതിന്റെ
സം ഓഫ് ഔട്ടർ ആംഗിൾസ് ഓൾവേസ് 360 ആയിരിക്കും. അപ്പം ഇക്വിലാറ്റർ ട്രയാങ്കിൾ ആവട്ടെ, സ്ക്വയർ ആവട്ടെ, പെന്റഗൺ ആവട്ടെ, ഹെക്സഗൺ ആവട്ടെ, ഏത് ടൈപ്പ് ഓഫ് പോളിഗൺ ആയാലും അതിന്റെ സം ഓഫ് ഔട്ടർ ആംഗിൾസ് 360 ഡിഗ്രി ആണ്. സോ ഇത് എല്ലാം തന്നെ 360 ഡിഗ്രി ആയിരിക്കും. 360 ഡിഗ്രി. അപ്പൊ ഇതിന്റെ സീക്വൻസ് എന്ന് പറയുന്നത് സെയിം ആണ്. 360 360 360 എന്ന് പറഞ്ഞാണ് ആ സീക്വൻസ് പോകുന്നത്. ഇനി വൺ ഇന്നർ ആംഗിൾ. നമുക്ക് സം ഓഫ് ഇന്നർ ആംഗിൾസിന്റെ ഫോർമുല അറിയാം. n-2 × 180 ആണ് സം ഓഫ് ഇന്നർ ആംഗിൾസ്. അങ്ങനെയാണെങ്കിൽ ഈ ഇന്നർ ആംഗിൾസ് എന്ന് പറയുന്നത് ഇപ്പം ഇക്വിലാറ്റർ ട്രയാങ്കിളിന്റെ കേസ് എടുത്താൽ ഇതിന്റെ സം ആണ്. ഇക്വിലാറ്റർ ട്രയാങ്കിളിന് നമുക്കറിയാം 3 ആംഗിളും സെയിം ആണ്. അപ്പം ടോട്ടൽ 180 ആണെങ്കിൽ ഒരെണ്ണം കാണാനായിട്ട് ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ആംഗിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് വൺ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത് n-2 × 180 ഹോൾ ഡിവൈഡഡ് ബൈ n ആയിരിക്കും ഫോർമുല. ദാറ്റ് ഈസ് n-2 × 180 ബൈ n. അതായത് ഈ കിട്ടിയ വാല്യൂസ് ഡിവൈഡഡ് ബൈ n നമ്പർ ഓഫ് സൈഡ്സ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് വൺ ഇന്നർ ആംഗിൾ കിട്ടും. ദാറ്റ് ഈസ് 180 ബൈ 3 വിച്ച് ഈസ് ഈക്വൽ ടു 60 ആണ് ഇക്വിലാറ്റർ ട്രയാങ്കിളിന്റെ വൺ ഇന്നർ ആംഗിൾ എന്ന് പറയുന്നത്. ഇനി അതുപോലെ നമുക്ക് സ്ക്വയറിന്റെ എല്ലാം കാണാം. അതായത് സമ്മിന്റെ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ്. ഇവിടെ 360 ഡിവൈഡഡ് ബൈ 4 ആണ് വിച്ച് ഈസ് ഈക്വൽ ടു 90. ഇവിടെ 540 ഡിവൈഡഡ് ബൈ 5 ആണ് വിച്ച് ഈസ് ഈക്വൽ ടു 108. ആൻഡ് ഹിയർ 720 ഡിവൈഡഡ് ബൈ 6 ആണ് വിച്ച് ഈസ് ഈക്വൽ ടു 120 ഡിഗ്രി. സോ 60 ഡിഗ്രി, 90 ഡിഗ്രി, 108 ഡിഗ്രി ആൻഡ് 120 ഡിഗ്രി ആണ് വൺ ഇന്നർ ആംഗിളിന്റെ സീക്വൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് ഇവിടെ എടുത്ത് എഴുതാം. 60 ഡിഗ്രി, 90 ഡിഗ്രി, 108 ഡിഗ്രി ആൻഡ് 120 ഡിഗ്രി. ഇനി വൺ ഔട്ടർ ആംഗിൾ. ഇത് നമുക്ക് രണ്ട് രീതിയിൽ കണ്ടുപിടിക്കാം. ഒന്നെന്ന് പറയുന്നത് ടോട്ടൽ നമുക്കറിയാം 360 ആണെന്ന്. അപ്പം വൺ ഇന്നർ ആംഗിൾ വൺ ഔട്ടർ ആംഗിൾ കാണാനായിട്ട് ടോട്ടൽ ഔട്ടർ ആംഗിൾ ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് ആംഗിൾസ് അല്ലെങ്കിൽ നമ്പർ ഓഫ് സൈഡ്സ് ചെയ്താൽ മതി. ദാറ്റ് ഈസ് വി ക്യാൻ എയ്തർ ഫൈൻഡ് ഇറ്റ് ഔട്ട് ആസ് 360 ഡിവൈഡഡ് ബൈ n നമ്പർ ഓഫ് ആംഗിൾസ്. ഇനി വേറൊരു ഫോർമുല ഉള്ളതെന്ന് പറയുന്നത് ഈ ഒരു ഇക്വിലാറ്റർ ട്രയാങ്കിൾ എടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത് ഇത് ഇന്നർ ആംഗിൾ, ഇതാണ് ഔട്ടർ ആംഗിൾ എന്ന് പറയുന്നത്. സോ 180ൽ നിന്നും ഒരു ഇന്നർ ആംഗിൾ കുറച്ച് കഴിഞ്ഞാൽ ഒരു ഔട്ടർ ആംഗിൾ കിട്ടും. അതായത് 180 മൈനസ് 1 ഇന്നർ ആംഗിൾ ചെയ്താലും നമുക്ക് 1 ഔട്ടർ ആംഗിൾ കിട്ടും. അതായത് 180 മൈനസ് ദിസ് വാല്യൂ, ഓരോന്നിൻ്റെയും 180 മൈനസ് ദിസ് വാല്യൂ ചെയ്ത് കഴിഞ്ഞാൽ 1 ഔട്ടർ ആംഗിൾ നമുക്ക് ലഭിക്കും. അപ്പോൾ രണ്ട് ഓപ്ഷൻ ഉണ്ട്. ഒന്നുകിൽ 360 ഡിവൈഡഡ് ബൈ നമ്പർ ഓഫ് സൈഡ്സ് ചെയ്യാം, അല്ലെങ്കിൽ നമുക്ക് 180ൽ നിന്നും ഇത് വാല്യൂ കുറയ്ക്കാം. രണ്ടായാലും സെയിം ആൻസർ ആണ് കിട്ടുന്നത്. നമുക്ക് ഫസ്റ്റ് ഇപ്പോൾ 360 ബൈ n എന്നുള്ള ഫോർമുല ഇട്ട് നമുക്ക് കണ്ടുപിടിക്കാം. 360 ഡിവൈഡഡ് ബൈ 3 which is equal to 120 ഡിഗ്രി. ഇവിടെ 360 ബൈ 4 ആണ് which is equal to 90 ഡിഗ്രി. ഇവിടെ 360 by 5 ആണ് which is equal to 72 degree. And here 360 divided by 6 and equal to 60 degree. So ഇതാണ് one outer angle ന്റെ sequence എന്ന് പറയുന്നത്. So we can write it as 120 degree, 90 degree, 72 degree and 60 degree. അപ്പോൾ നമ്മൾ ഈ ക്വസ്റ്റ്യന്റെ എല്ലാ സീക്വൻസസും കണ്ടുപിടിച്ചു കഴിഞ്ഞു. അതായത് നമ്പർ ഓഫ് സൈഡ്സിന്റെ സീക്വൻസ് 3, 4, 5, 6 ആണ്. സം ഓഫ് ഇന്നർ ആംഗിളിന്റെ സീക്വൻസ് 180 ഡിഗ്രി, 360 ഡിഗ്രി, 540 ഡിഗ്രി, 720 ഡിഗ്രി. സം ഓഫ് ഔട്ടർ ആംഗിൾസിന്റെ സീക്വൻസ് 360, 360, 360, 360 സെയിം ആണ്. ഇനി വൺ ഇന്നർ ആംഗിളിന്റെ സീക്വൻസ് എന്ന് പറയുമ്പോൾ 60, 90, 108, 120. വൺ ഔട്ടർ ആംഗിൾ സീക്വൻസ് എന്ന് പറയുന്നത് 120, 90, 72, 60.
ഇപ്പോൾ നമ്മൾ സാധാരണ സീക്വൻസ് കാണാൻ പറയുമ്പോൾ ഒരു മിനിമം 4 സീക്വൻസ് എങ്കിലും കാണണം. അതുകൊണ്ടാണ് ഞാനിവിടെ 4 എണ്ണം എടുത്തേക്കുന്നത്. ഇനി അവർ ക്വസ്റ്റ്യനിൽ സ്പെഷ്യലി മെൻഷൻ ചെയ്യുകയാണ് ഇത്ര നമ്പർ ഓഫ് സീക്വൻസ് കാണണം എന്ന് പറയുകയാണെങ്കിൽ നിങ്ങൾ അത്രയും സീക്വൻസസ് കണ്ടുപിടിച്ച് എഴുതണം. Let's go to the next question. Question number 2. Look at these triangles made with dots. How many dots are there in each? Compute the number of dots needed to make the next 3 triangles. ഇവിടെ ഡോട്ട്സ് യൂസ് ചെയ്ത് കുറച്ച് ട്രയാങ്കിൾസ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതിലെ നമ്പർ ഓഫ് ഡോട്ട്സ് നമ്മൾ കാൽക്കുലേറ്റ് ചെയ്യണം. എത്ര ഡോട്ട്സ് വെച്ചിട്ടാണ് ഫസ്റ്റ് ട്രയാങ്കിൾ, സെക്കൻഡ് ട്രയാങ്കിൾ, തേർഡ് ട്രയാങ്കിൾ ഉണ്ടാക്കിയതെന്ന്. അതുപോലെ തന്നെ ഇനി നെക്സ്റ്റ് 3 ട്രയാങ്കിൾസ് കൂടെ മേക്ക് ചെയ്യാൻ എത്ര ഡോട്ട്സ് വേണം, അതിൻ്റെ ഒരു സീക്വൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. അപ്പം ഈ ഡോട്ട്സിൻ്റെ സീക്വൻസ് ആണ് നമ്മൾ എഴുതേണ്ടത്. സോ നമുക്ക് ഫസ്റ്റ് ട്രയാങ്കിൾ നോക്കാം. ഫസ്റ്റ് വണ്ണിൽ എത്ര ഡോട്ട്സ് ഉണ്ട്? ആദ്യത്തെ ഏറ്റവും മുകളിൽ നിന്ന് തുടങ്ങാം. ആദ്യത്തേതിൽ 1 ആണുള്ളത്, രണ്ടാമത്തെ റോയിൽ 2 ആണുള്ളത്. സോ അത് 1 + 2 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 3. ഇനി രണ്ടാമത്തേത് നോക്കാം. ആദ്യത്തേതിൽ 1, രണ്ടാമത്തേതിൽ 2, മൂന്നാമത്തേതിൽ 3, അങ്ങനെയാണ്. സോ നമുക്ക് സെക്കൻഡ് ട്രയാങ്കിളിനെ 1 + 2 + 3 എന്ന് കൊടുക്കാം. അപ്പോൾ ടോട്ടൽ എത്ര കിട്ടും നമുക്ക്? 1 + 2 + 3 = 6. ഇനി മൂന്നാമത്തെ ട്രയാങ്കിൾ നോക്കാം. 1, 2, 3, 4 അങ്ങനെയാണ് ഓരോ റോയിലും ഉള്ളത്. അപ്പം തേർഡ് ട്രയാങ്കിൾ എന്ന് പറയുമ്പോൾ 1 + 2 + 3 + 4 ആണ്, വിച്ച് ഈസ് ഈക്വൽ ടു 10. അപ്പോൾ ഇത് ഇത്രയും ഗീവൺ ആണ്. അങ്ങനെയാണെങ്കിൽ ഇനി അടുത്ത സീക്വൻസ് വീതം എത്ര വരും? അപ്പം നമുക്കിവിടെ നോക്കുമ്പോൾ ഒരു പാറ്റേൺ മനസ്സിലായി. ഇത് 1 + 2 ആണ്, ഇത് 1 + 2 + 3 ആയി, 1 + 2 + 3 + 4 ആയി. അപ്പോൾ അടുത്തതിൽ എങ്ങനെയായിരിക്കും? ഇനി 5 കൂടെ വരും അല്ലേ? അതായത് ഇവിടെ 1, 2 വരെ ഉണ്ടായിരുന്നുള്ളൂ, അതിൻ്റെ കൂടെ ഒരു 3 കൂടെ ആഡായി. ഇവിടെ 1, 2, 3 ആണ് ഉണ്ടായിരുന്നത് ലാസ്റ്റ് റോയിൽ, അതിൻ്റെ കൂടെ ഒരു 4 കൂടെ ആഡായി. അപ്പോൾ ഇനി അടുത്ത 5 ആണ് ആഡാവാൻ പോകുന്നത് നമുക്ക് മനസ്സിലായി. സോ ഫോർത്ത് എന്ന് പറയുന്നത് 1 + 2 + 3 + 4 + 5 ആയിരിക്കും, വിച്ച് ഈസ് ഈക്വൽ ടു 15 വരും. അതുപോലെ ഫിഫ്ത്ത് എന്താവും? 1 + 2 + 3 + 4 + 5 + ഇനി അടുത്ത 6 കൂടി വരും അല്ലേ? അപ്പോൾ ടോട്ടൽ എന്ന് പറയുന്നത് 21 വരും. ഇനി സിക്സ്ത് എന്ന് പറയുന്നത് 1 + 2 + 3 + 4 + 5 + 6 + 7 കൂടി വരും. ടോട്ടൽ 28 വന്നു. സോ നമ്മൾ അടുത്ത 3 ട്രയാങ്കിൾസിൻ്റെയും സീക്വൻസ് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റി. എങ്കിലും നമ്മളിതിപ്പം ഇങ്ങനെ കൗണ്ട് ചെയ്ത് നമ്മൾ എഴുതിയതാണ്. എന്നാലും ഇനി നമുക്കൊരു 10th സീക്വൻസ് അല്ലെങ്കിൽ 11th സീക്വൻസ് അല്ലെങ്കിൽ 12th സീക്വൻസ് ആണ് കണ്ടുപിടിക്കാൻ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ നമുക്കൊരു ഫോർമുല ഉണ്ടെങ്കിലേ കണ്ടുപിടിക്കാൻ പറ്റത്തുള്ളൂ. സോ അതിന് നമുക്ക് ഇവിടെ സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് ആണ് ചെയ്തിരിക്കുന്നത് അല്ലേ? 1, 2, 3, 4, 5, 6 അങ്ങനെ നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് ചെയ്തേക്കുന്നത്. ഒറ്റ കാര്യമുള്ളത് 6th സീക്വൻസ് എന്ന് പറയുന്നത് 7 വരെ നമ്മൾ കൗണ്ട് ചെയ്യുന്നുണ്ട്. സോ നമ്പർ എന്ന് പറയുന്നത് സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് എന്ന് പറയുന്നത് n+1 ആണ് ഇവിടെ. സോ നമുക്കറിയാം സം ഓഫ് നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഫോർമുല നോക്കാം. നാച്ചുറൽ നമ്പേഴ്സ്, സം ഓഫ് n നാച്ചുറൽ നമ്പേഴ്സിൻ്റെ ഫോർമുലയാണിത്, വിച്ച് ഈസ് ഈക്വൽ ടു n × n+1/2 ആണ്. പക്ഷേ ഇവിടെ നമ്മൾ n എന്ന് പറയുന്നത് ഇവിടെ 6th സീക്വൻസ് ആണ്. അപ്പം ഇപ്പോൾ 10th സീക്വൻസ് നോക്കിയാൽ നമ്മൾ 11 നാച്ചുറൽ നമ്പേഴ്സിൻ്റെ സമ്മാണ് ചെയ്യേണ്ടത്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഇവിടുത്തെ ഇക്വേഷൻ എന്തായി മാറും? n+1 × n+1+1/2 എന്നാവും, which is equal to n+1 × n+2/2. നമുക്കിതൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കാം. ഫസ്റ്റ് ഇക്വേഷനിൽ അത് കറക്റ്റ് ആവുന്നുണ്ടോ എന്ന് നോക്കാം. എന്നിന് നമ്മൾ 1 എന്നുള്ള വാല്യൂ കൊടുത്തു. ദാറ്റ് ഈസ് ഈക്വൽ ടു ഫസ്റ്റ് ട്രയാങ്കിൾ എങ്ങനെയാണെന്ന് നോക്കാം. എന്നിന് 1 എന്നുള്ള വാല്യൂ കൊടുക്കുമ്പോൾ 1 + 1 എന്ന് പറയുന്നത് 2, 2 × 1 + 2 എന്ന് പറയുന്നത് 3 / 2, which is equal to 3.
സോ ഈ ഇക്വേഷൻ വെച്ച് ഫസ്റ്റ് സീക്വൻസ് കറക്റ്റായിട്ട് കിട്ടി. ഇനി സെക്കൻഡ് ട്രയാങ്കിളിലും നമുക്കൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. സെക്കൻഡ് ട്രയാങ്കിളിൽ ഈ ഇവിടെ എന്നിൻ്റെ വാല്യൂ നമ്മൾ 2 കൊടുക്കുകയാണ്. 2 + 1 എന്ന് പറയുന്നത് 3 × 2 + 2 4 ഡിവൈഡഡ് ബൈ 2 ആണ്. ദാറ്റ് ഈസ് ഈ 2 4ആയിട്ട് 2 ക്യാൻസൽ ആവും. 3 × 2 6. സോ ഇത് കിട്ടി. വിച്ച് മീൻസ് ഈ ഫോർമുല അപ്ലൈ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എത്ര നമ്പർ ഓഫ് സീക്വൻസ് വേണമെങ്കിലും ഇതിൽ നിന്നും കണ്ടുപിടിക്കാമെന്ന് മനസ്സിലായി. Let us go to the third question. Question number 3 is, write down the sequence of natural number leaving remainder 1 on division by 3 and the sequence of natural numbers leaving remainder 2 on division by 3. അതായത് 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ റിമൈൻഡർ 1ഉം 2ഉം കിട്ടുന്ന രണ്ട് നമ്പർ സീക്വൻസ് എഴുതാനാണ് പറയുന്നത്. നമുക്കറിയാം 3 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 1 റിമൈൻഡർ വരണമെങ്കിൽ അത് 3യുടെ മൾട്ടിപ്പിൾ, അതായത് നാച്ചുറൽ നമ്പേഴ്സിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം +1 ചെയ്ത് കഴിഞ്ഞാൽ ആ സീക്വൻസ് കിട്ടും. അതുപോലെ നമ്പേഴ്സിനെ 3 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്ത ശേഷം 2 ആഡ് ചെയ്ത് കഴിഞ്ഞാൽ 2 റിമൈൻഡർ വരും. അപ്പോൾ ആ നമ്പർ സീക്വൻസ് കണ്ടുപിടിക്കാൻ എളുപ്പമാണ്. നമുക്ക് ആദ്യത്തെ ക്വസ്റ്റ്യനിൽ 1 റിമൈൻഡർ വരുന്ന സീക്വൻസ് ആണ് കണ്ടുപിടിക്കേണ്ടത്. സോ 0 1 2 3 4 എന്ന സീക്വൻസിനെ ഇൻറ്റു 3 ചെയ്യണം. എന്നിട്ട് റിമൈൻഡർ 1 ആണ് വരേണ്ടത്. സോ ഇത് +1. ആദ്യം മൾട്ടിപ്ലിക്കേഷൻ, പിന്നെ 1, പിന്നെ അഡിഷൻ ചെയ്യാവൂ. ഓക്കെ, നമുക്ക് ബോഡ്മാസ് റൂൾ അറിയാം. എപ്പോഴും ബോഡ്മാസ് റൂൾ അനുസരിച്ചിട്ട് ഫസ്റ്റ് ബ്രാക്കറ്റ് ഓപ്പൺ, മൾട്ടിപ്ലിക്കേഷൻ, ഡിവിഷൻ, പിന്നെ അഡിഷൻ സബ്ട്രാക്ഷൻ ആണ്. സോ ഇങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് ഏതൊക്കെ നമ്പേഴ്സാണ് കിട്ടുന്നതെന്ന് നോക്കാം. ഇവിടെ 3 × 0 0 ആണ്. 0 + 1 is 1. 3 × 1 3. 3 + 1 is 4. 3 × 2 6 ആണ്. 6 + 1 is 7. 3 × 3 9 ആണ്. 9 + 1 is 10. 3 × 4 12 ആണ്. 12 + 1 is 13. സോ ഇതാണ് നമുക്ക് കിട്ടിയ സീക്വൻസ് എന്ന് പറയുന്നത്. സോ ഫസ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത് 1 4 7 10 13. ഇതാണ് നമുക്ക് നമ്മുടെ ഫസ്റ്റ് സീക്വൻസ് എന്ന് പറയുന്നത്. ഇനി സെക്കൻഡ് സീക്വൻസ് നോക്കാം. സെക്കൻഡ് സീക്വൻസിൽ റിമൈൻഡർ 2 ആണ് വരേണ്ടത്. അപ്പോൾ നമുക്ക് സെയിം ഇതിൽ +1ന് പകരം +2 കൊടുക്കണം. ദാറ്റ് ഈസ് 0 × 3 + 2 which is equal to 2. Next is 1 × 3 + 2 which is equal to 5. 2 × 3 + 2 which is equal to 8. Next is 3 × 3 + 2 which is equal to 11. Next is 4 × 3 + 2 which is equal to 14. So ഇതാണ് നെക്സ്റ്റ് സെക്കൻഡ് സീക്വൻസ് എന്ന് പറയുന്നത് ഇതാണ്. ദാറ്റ് ഈസ് 2 5 8 11 14. അപ്പോൾ നമ്മൾ രണ്ട് സീക്വൻസും കണ്ടുപിടിച്ചു കഴിഞ്ഞു. സോ നെക്സ്റ്റ് ഫോർത്ത് ക്വസ്റ്റ്യൻ ആണ്. Question is, write down the sequence of natural number ending in 1 or 6 and describe it in 2 other ways. അതായത് നാച്ചുറൽ നമ്പേഴ്സ് 1ലും 6ലും എൻഡ് ചെയ്യുന്ന നാച്ചുറൽ നമ്പേഴ്സ് നമ്മൾ എഴുതണം. അതിനെ നമ്മൾ രണ്ട് രീതിയിൽ അതിനെ ഡിസ്ക്രൈബ് ചെയ്യുകയും വേണം. അതായത് ഒരു ഡിസ്ക്രിപ്ഷൻ എന്ന് പറയുന്നത് നമുക്കറിയാം സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പർ എൻഡിങ് 1 or 6 ആണ്. ഇനി രണ്ട് ഡിസ്ക്രിപ്ഷൻ കൂടെ നമ്മൾ ആ സീക്വൻസിന് കൊടുക്കണമെന്നാണ് ക്വസ്റ്റ്യൻ. അപ്പം നമുക്ക് ആദ്യം ആ സീക്വൻസ് എങ്ങനെയാണെന്ന് എഴുതാം. ദാറ്റ് ഈസ് 1 and 6ൽ എൻഡ് ചെയ്യണമെങ്കിൽ 1 6 11 16 21 26 ഇതാണ് സീക്വൻസ് എന്ന് പറയുന്നത്. സോ ഈ സീക്വൻസിൽ എന്തെങ്കിലും പെക്യുലാരിറ്റി ഉണ്ടോ? ഇതിനെ നമുക്ക് വേറെ രണ്ട് രീതിയിൽ കൂടെ ഡിസ്ക്രൈബ് ചെയ്യേണ്ടതായിട്ടുണ്ട്. അപ്പോൾ ഇവിടെ നമുക്ക് കോമൺ ഡിഫറൻസ് നോക്കുമ്പോൾ, അതായത് കൺസിക്യൂട്ടീവ് ടേംസിന് തമ്മിലുള്ള ഡിഫറൻസ് ആണ് കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത്. 6 - 1 5 ആണ്. 11 - 6 5 ആണ്. ദാറ്റ് ഈസ്
കോമൺ ഡിഫറൻസ് എന്ന് പറയുന്നത് 5 ആണ്. നമുക്കിപ്പോൾ അങ്ങനെ എഴുതാം അല്ലേ? സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് വിത്ത് 1 ആൻഡ് 5 ആഡഡ് റിപ്പീറ്റഡ്ലി എന്ന് എഴുതാം. അതായത് 1ൽ സ്റ്റാർട്ട് ചെയ്യുന്ന സീക്വൻസ് ആണ്, അതിൽ 5 ആഡ് ആയിക്കൊണ്ട് പോകുന്നു. അപ്പോൾ ഒരു ഡിസ്ക്രിപ്ഷൻ നമുക്ക് അങ്ങനെ എഴുതാം. സോ ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ ഈസ് സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിങ് വിത്ത് 1 ആൻഡ് 5 ആഡഡ് റിപ്പീറ്റഡ്ലി. ഇനി അടുത്ത സെക്കൻഡ് ഡിസ്ക്രിപ്ഷൻ കൂടെ നമ്മൾ കണ്ടെത്തണം. അപ്പോൾ ഇവിടെ എങ്ങനെയാണെന്ന് വെച്ചാൽ നമ്മൾ ഈ സീക്വൻസ് എല്ലാം 5 കൊണ്ട് ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 1 വരുന്ന സീക്വൻസ് ആണ് അല്ലേ? അതായത് 0 × 5 + 1 എന്ന് പറയുന്നത് ആണ് 1. അതുപോലെ 1 × 5 + 1 ആണ് 6. 2 × 5 + 1 ആണ് 11. അപ്പം 5 കൊണ്ട് ഒരു നമ്പറിനെ ഡിവൈഡ് ചെയ്ത് കഴിഞ്ഞാൽ റിമൈൻഡർ 1 കിട്ടുന്ന സീക്വൻസ് ആണ് ഇത്. അങ്ങനെ നമുക്ക് ഈ സീക്വൻസിനെ ഡിസ്ക്രൈബ് ചെയ്യാം അല്ലേ? അപ്പം ആ രീതിക്കും കൂടെ നമുക്ക് ഇതിനെ ഡിസ്ക്രൈബ് ചെയ്ത് എഴുതാം. സോ 2 രീതിയിൽ നമ്മൾ ഈ ഒരു സീക്വൻസിനെ പിന്നെയും ഡിസ്ക്രൈബ് ചെയ്തിട്ടുണ്ട്. ഫസ്റ്റ് ഡിസ്ക്രിപ്ഷൻ സീക്വൻസ് ഓഫ് നാച്ചുറൽ നമ്പേഴ്സ് സ്റ്റാർട്ടിംഗ് വിത്ത് 1 ആൻഡ് 5 ആഡഡ് റിപ്പീറ്റഡ്ലി. And second description, sequence of natural numbers when divided by 5 gives a remainder 1. ഇനി നമുക്ക് അടുത്ത ക്വസ്റ്റ്യനിലേക്ക് കടക്കാം. Let us see the fifth question. A tank contains 1000 liters of water and it flows out at the rate of 5 liters per second. How much water is there in the tank after each second? Write their numbers as a sequence. ഈ ക്വസ്റ്റ്യൻ കേട്ട് ആരും പേടിക്കേണ്ട ആവശ്യമില്ല. ഇത് സിമ്പിൾ സബ്സ്ട്രാക്ഷൻ മെത്തേഡ് യൂസ് ചെയ്താണ് സോൾവ് ചെയ്യുന്നത്. എങ്ങനെയാണെന്ന് നോക്കാം. ഒരു ടാങ്കിൽ 1000 ലിറ്റർ വാട്ടർ ആണുള്ളത്, 1000 ലിറ്റേഴ്സ് ഓഫ് വാട്ടർ. അതിൻ്റെ ഫ്ലോ ഔട്ട് റേറ്റ് എന്ന് പറയുന്നത് പെർ സെക്കൻഡ് 5 ലിറ്റേഴ്സ് വെച്ച് കുറയും. അപ്പം ഇവിടെ നമുക്ക് ഓരോ സെക്കൻഡിലും ടാങ്കിൽ എത്രയെന്നാണ് കാണേണ്ടത്. അപ്പം 0 സെക്കൻഡ്സ് ആദ്യം ഇനിഷ്യൽ ടൈമിൽ ടാങ്കിൽ 1000 ലിറ്റേഴ്സ് ഉണ്ടായിരുന്നു. അടുത്ത 1 സെക്കൻഡ് ആകുമ്പോൾ അതിൽ നിന്ന് 5 വെച്ച് കുറയും. അപ്പം നമ്മൾ 5 വെച്ച് സബ്ട്രാക്ട് ചെയ്ത് പോയാൽ മതി. അപ്പം നമുക്ക് ആ സീക്വൻസ് കിട്ടും. നമുക്കപ്പോൾ എങ്ങനെയാണെന്ന് നോക്കാം. ഇതിൻ്റെ ഫസ്റ്റ് ഫ്ലോ ഔട്ട് റേറ്റ് എഴുതാം. ഫ്ലോ ഔട്ട് റേറ്റ് എന്ന് പറയുന്നത് 5 ലിറ്റേഴ്സ് പെർ സെക്കൻഡ് ആണ്. അതായത് ഒരു സെക്കൻഡിൽ 5 ലിറ്റർ ആണ് കുറയുന്നത്. അപ്പോൾ നമുക്ക് 0 സെക്കൻഡിൽ എത്ര ആയിരിക്കും? 0 സെക്കൻഡിൽ 1000 അങ്ങനെ കാണും. അതായത് ഇനിഷ്യൽ എത്ര ഉണ്ടായിരുന്നോ അത് അവിടെ ഉണ്ട്. ഇനി ഫസ്റ്റ് സെക്കൻഡ് അല്ലെങ്കിൽ 1 സെക്കൻഡ് ആവുമ്പോൾ ആണ് അതിൽ നിന്ന് 5 ലിറ്റർ പോകുന്നത്. പെർ സെക്കൻഡ് ആണ് 5 കുറയുന്നത്. സോ ഇറ്റ് വിൽ ബിക്കം 995 ലിറ്റേഴ്സ്. ഇനി 2 സെക്കൻഡ് ആവുമ്പോൾ ഇറ്റ് വിൽ ബി 990 ലിറ്റേഴ്സ്. 3 സെക്കൻഡ് ആകുമ്പോൾ അഗെയിൻ ഇതിൽ നിന്ന് 5 കുറയും. ദാറ്റ് ഈസ് 985 ലിറ്റേഴ്സ്. 4 സെക്കൻഡിൽ 980 ലിറ്റർ. 5 സെക്കൻഡിൽ ഇത് 975 ലിറ്റേഴ്സ്. അങ്ങനെ നമുക്കൊരു സീക്വൻസ് കിട്ടി. സോ ഇതാണ് നമ്മുടെ സീക്വൻസ് എന്ന് പറയുന്നത്. ഇതാണ് നമ്മുടെ ഫൈനൽ ആൻസർ. ദാറ്റ് ഈസ് 1000, 995, 990, 985, 980 and 75. So this is the sequence. വളരെ സിമ്പിൾ ആണ്. ജസ്റ്റ് സബ്സ്ട്രാക്ട് ചെയ്ത് പോയാൽ മതി. 5 വെച്ച് സബ്സ്ട്രാക്ട് ചെയ്ത് പോയാൽ മതി. വേറൊരു ഫോമുലയോ കാര്യങ്ങളോ ഒന്നും തന്നെ ഈ ഒരു ക്വസ്റ്റ്യൻ ആവശ്യമില്ല. സോ പേജ് നമ്പർ 10 and 11 അഡീഷണൽ ക്വസ്റ്റ്യൻസ് എല്ലാം നമ്മൾ സോൾവ് ചെയ്ത് കഴിഞ്ഞു. നെക്സ്റ്റ് ക്ലാസ്സിൽ ഈ ചാപ്റ്ററിൻ്റെ തന്നെ നെക്സ്റ്റ് ടോപ്പിക്കാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്, ഓൾജിബ്ര ഓഫ് സീക്വൻസസ്.